ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. എന്താ പറയുക, ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ഒരു വീഡിയോ ആയിട്ട് എടുക്കണം. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്തിനാണ് ജോബ് സ്വിച്ച് ചെയ്തത്, നല്ലൊരു ജോബ് വിട്ടിട്ട് ഈ ഒരു ട്രെയിനർ ലൈഫിലേക്ക് എന്തിനാണ് വന്നത്, അങ്ങനെ കുറേ എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു ഉത്തരം കൊടുക്കണം എന്നുള്ളത്. ഇത് ഞാൻ കഴിഞ്ഞ മാസമേ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യമാണ്. പക്ഷെ ഫോണിൽ സ്പേസ് ഇല്ലാത്ത കുറച്ചൊരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി വെച്ചു. ഇപ്പോഴും ഇല്ല, ഞാൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പം അതാണ്. സോ വെൽക്കം ടു നിത്യാദി അൺഫിൽറ്റഡ്. ബാക്കി നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അറിയാം കേട്ടോ. കാരണം ഇപ്പം രാവിലെ മോനെ സ്കൂളിൽ പറഞ്ഞു വിടാനുള്ള കുറച്ച് തിരക്കിലാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് ലേറ്റായി. അപ്പോൾ വീഡിയോ പിടിച്ചിരിക്കാൻ ഇപ്പോൾ സമയമില്ല. അപ്പോൾ ഞാൻ ഫുഡെല്ലാം ഒന്ന് ആക്കിയിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലഞ്ച് ഒക്കെ കൊണ്ടുപോകണം മോനെ. അതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തിരക്ക് തന്നെയാണ്, ഒരു ജഗപൊക ഓട്ടം. അപ്പം ഞാൻ ഫുഡെല്ലാം ആക്കട്ടെ. കറക്റ്റ് കാണുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്രണ്ട് ക്യാമറയിൽ അത് ക്ലിയർ ഇല്ല, അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിൽ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പിന്നെ സോയാബീൻ്റെ കറിയാണ് കേട്ടോ. പിന്നെ മോന് സ്കൂളിലേക്ക് എല്ലാം കൊണ്ടുപോകണം, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം. ബ്രേക്ക്ഫാസ്റ്റ് അറിയുമ്പം അവർക്ക് മോർണിംഗിൽ ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ഒരു 8-8:30 ആകുമ്പോൾ ചെറിയൊരു ബ്രേക്ക് ഉണ്ടാവും, അത് സ്നാക്സിനല്ലേ. അപ്പം അത് ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് കൊടുത്തയക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും, ക്യാരറ്റോ ക്യൂക്കമ്പറോ അങ്ങനെയൊക്കെ. പിന്നെ ഒരു 10:55 ഇവർക്ക് ലഞ്ച് ബ്രേക്ക് വരുന്നത് സ്കൂളിൽ. അപ്പം ആ സമയത്ത് എന്തായാലും ചോറ് കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തയക്കും. പിന്നെ ഒരു 2:30 ആകുമ്പം ഡേ കെയറിലെത്തും. ഡേ കെയറിലെത്തിയിട്ടാണ് ലഞ്ച് കഴിക്കുക കേട്ടോ. അപ്പോൾ ആ സമയം ഞാൻ ചോറ് കൊടുക്കും. അവന് ചോറാണ് ഇഷ്ടം. ചപ്പാത്തിയോ അല്ലെങ്കിൽ അങ്ങനെ മോർണിംഗിലെ ദോശ കൊടുത്താൽ അത് കഴിക്കും. പക്ഷേ അവൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോറ് തന്നെ കൊടുത്തുവിടും. അപ്പോൾ എല്ലാം ഉണ്ടാക്കണം രാവിലെ എണീറ്റിട്ട്. മുന്നേ ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നത് 5:30 ടു 6:30 6:45 ആ ഒരു ടൈമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീറ്റിട്ട് 5:30 ആകുമ്പോഴത്തേന് എൻ്റെ അടുക്കളയിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോവുക. പിന്നെ പോയി വന്നിട്ട് കൊണ്ടുപോയി സ്കൂളിൽ വിടും. അങ്ങനെയായിരുന്നു. ഇപ്പം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വർക്കൗട്ടിൻ്റെ ടൈം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 8 മണിക്ക് ഞാൻ ഡ്യൂട്ടിയിൽ അങ്ങനെ കയറിയാൽ അതിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാവരൊക്കെ പോയി ഫ്രീ ആയിട്ടുള്ള സമയത്ത് ചെയ്യും. അപ്പോൾ രാവിലെ കുറച്ചും കൂടെ ഉറങ്ങാൻ സമയമുണ്ട്. ഒരു 5 മണി 5:30 അങ്ങനെയൊക്കെ ആകുമ്പോൾ മെല്ലെ എണീക്കും. അപ്പോൾ കുറച്ചും കൂടി തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, എങ്ങനെയാലും തിരക്ക് തന്നെ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഫുഡ് ഞാൻ ഉണ്ടാക്കും. അധികവും ഫുഡ് ഞാൻ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കും. ഞങ്ങളല്ലെങ്കിലും 2 പേരും 2.5 പേരാണല്ലോ ഉള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും ഫുഡ് വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കുക്കറിൽ പരിപ്പ് വേവാനുള്ള അത്ര പരിപ്പ് ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യേണ്ട പരിപ്പ് വരെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഫുഡ് എങ്ങനെയൊക്കെ കുറച്ച് ഉണ്ടാക്കിയാലും അത് 2 ദിവസത്തേക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ അന്നൊക്കെ ഡെയിലി ചെയ്യുമായിരുന്നു. പിന്നെ അത് 2 ദിവസത്തേക്ക് ഫുഡ് ആകുമ്പോൾ ഞാൻ 2 ദിവസം വെച്ചിട്ട് അങ്ങനെ ആക്കി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഒരു 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് എല്ലാം നേരത്തെ കൂടെ കുക്ക് ചെയ്ത് വെക്കാം. അതാവുമ്പം എന്നും ഈ അടുക്കളയിൽ കയറിയിട്ടുള്ള പരിപാടി ഇല്ലല്ലോ. അപ്പം ഭയങ്കര ഒരു എക്സോസ്റ്റഡ് ആവാതെ കുക്ക് ചെയ്യാനുണ്ടല്ലോ, അടുക്കളേനുള്ളിലേക്ക് തന്നെയാണല്ലോ. അപ്പം അങ്ങനെ മുന്നേയൊക്കെ ഞാൻ ഒരു ദിവസത്തിൽ എനിക്ക് തോന്നുന്നൊരു 4-5 മണിക്കൂറെങ്കിലും അടുക്കളയിൽ സ്പെൻഡ് ചെയ്യും. ഇപ്പം അതിനൊക്കെ കുറേ കുറവുണ്ട്. രാവിലെ ചായക്കടി ഉണ്ടല്ലോ, നമ്മൾ ദോശയോ ചപ്പാത്തി എന്താ വെച്ചാൽ അതും, പിന്നെ ചോറും
പിന്നെ മീനൊക്കെ പൊരിക്കുക അല്ലെങ്കിൽ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഫ്രഷ് ആയിട്ട് ചെയ്യും. അല്ലാതെ കറികളൊക്കെ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി വെക്കുക ചെയ്യുക. അപ്പം രാവിലെ കുറച്ചും കൂടെ ഫ്രീ ആണ്. ഞാൻ 5:30 ആകുമ്പോഴത്തേനും എണീറ്റാൽ മതി. പിന്നെ 7 മണിക്കാണ് 7:15 ആകുമ്പോഴാണ് സ്കൂളിലേക്ക് പോകേണ്ടത്. മോന് 7:45 അപ്പം പിന്നെ അവനവിടെ കൊണ്ടുവിട്ടിട്ട് 7:45 ഞാനൊരു ഓക്കെ സോറി ഒന്ന് കട്ടായിപ്പോയി. അപ്പോൾ 7:45 സ്കൂൾ എത്തേണ്ടതെന്നുണ്ടെങ്കിലും ഞാനൊരു 7:35 7:40 ആകുമ്പോൾ വിട്ടാലാണ് എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ജിമ്മിൽ ഇങ്ങനെ ഇന്ന ടൈം അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. എന്നാലും നമ്മൾ 8 മണി എന്നുണ്ടെങ്കിൽ 8 മണിക്ക് അങ്ങനെ പോകണമല്ലോ, അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ 7:15 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഒരു സോറി 7:15 ആകുമ്പോൾ ഇറങ്ങിയാൽ 7:45 കറക്റ്റ് ഇവിടുന്ന് ഒരു 1/2 hour ആണ് ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം രാവിലെ ഇന്ന് അവർ രണ്ടാളും കൂടെ പോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ പെയിനൊക്കെ ആകുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പം എന്നാൽ രണ്ടുപേരും കൂടെ വിടാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നാൽ അടുക്കളയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തീർക്കട്ടെ. വേറെ എന്തോ ഒന്നും കൂടെ പറയണം എന്ന് വിചാരിച്ചു, പക്ഷെ മറന്നു പോയി. ആ ഒരു ഫ്ലോ നേരത്തെ കട്ടായി പോയി. അപ്പോൾ ഞാൻ എന്നാൽ മോനെ പോയിട്ട് വിളിക്കട്ടെ കേട്ടോ. ഈ ഒരു വ്യൂ നിങ്ങൾ ഷോർട്സിൽ കണ്ട് മട്ടിട്ടുണ്ടായിരിക്കും. വീടിന് മുറ്റാണ്. എനിക്ക് ഈ ഭാഗം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ലൈറ്റൊക്കെ വരുമ്പോഴത്തേനും നല്ല രസം ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 5:15 ആയിട്ടുള്ളൂ. ഓക്കെ. ചുട്ടുമ്മ, ചുട്ടു, പാവക്കുട്ടി, വാവേ, എണീക്കണ്ടേ? സ്കൂളിൽ പോണ്ടേ? അപ്പൊ എണീറ്റേ ബാ, അമ്മ ചെയ്തിക്കാ വാ. വ്ലോഗ് എടുക്കുന്നു. ഒരു ഹായ് പഠിയോ, ഒരു ഹായ് പഠിയോ, ഒരു ഹായ് പഠിയോ. എവിടെ? അതാ അവിടെ, ഇവിടെ. ഉണ്ണിന്റെ ബെൽറ്റും ഇതൊന്നും എടുക്കേ, തൈ. ഓക്കെ. കുളിച്ചിട്ട് പുറത്തേക്കുണ്ട് ഒരു സ്റ്റേറ്റിലൂടെ ഇങ്ങനെ സോപ്പ് കാണിച്ചത് അറിയണേക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ടാ സ്റ്റേറ്റില് സോപ്പ് ഉണ്ടാകും നോക്കി സോപ്പ് ഒരു സോപ്പൊക്കെ കഴുകിയതാണല്ലോ. ഇതൊരു വായിട്ട് സൂപ്പായി. ഇത് പിന്നെ വന്നിട്ട് ഡോറും പിന്നെ നിൽക്കുക. ഇവിടെ തന്നെ കുറച്ചുകൂടെ ഉണ്ട്.
ഇത് കുറച്ചും കൊണ്ടല്ലോ അതിലിഷ്ടപ്പെട്ടില്ല. പിന്നെ പുറത്തൊന്നും പറഞ്ഞത് വിസ്മയില് കയറിയപ്പോ 3D അപ്പ കാണിക്കുന്നുണ്ട്. ഇവരൊക്കെ 3D കണ്ടേ. തിന്നോണ്ട് കൂടെ അതാ പുറത്തിട്ടായിരുന്നു. അപ്പൊ കണ്ടോ വിസ്മയില് 3D? പോയാലോ? ഞാൻ ഇഞ്ചിരിട്ടൊരു ഓക്കെ, പ്രോബ്ലം സോൾവ്. കുഞ്ചില കൊണ്ടിട്ടോ. എടുത്തോ, അത് പുറത്തേക്ക് എടുത്തോ. എന്നാ അവിടുന്ന് ഇട്ടോ, അവിടുന്ന് ഇട്ടോ. കാണൂല. വേഗം വാ. ബൈ പൊന്നു. ബൈ. അപ്പൊ സ്കൂളിൽ വിടല് തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി ഞാനൊന്ന് പോയിട്ട് കുളിച്ചൊക്കെ ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. ഭക്ഷണം കഴിക്കണം. എൻ്റെ ഒന്നും കഴിഞ്ഞില്ല. ഞാൻ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ടൈം ആണ്. അതിനിപ്പോൾ കച്ചറ ഉണ്ടാക്കിയതാ. അവർ രണ്ടുപേരും പോവുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും റിമൈൻഡ് ആക്കിക്കൊണ്ടേ ഇരിക്കണം, പോണം പോണം, സമയമായി. പിന്നെ ഓക്കെ, നമ്മൾ ചെയ്യുന്നത്ര സ്പീഡ് എന്തായാലും അവർക്ക് ഉണ്ടാവില്ലല്ലോ, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ ഞാനേ എൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കട്ടെ. ചായ എല്ലാം കുടിച്ച് ഒന്ന് റെഡി ആയിട്ട് കാണാട്ടോ. പെട്ടെന്നൊന്ന് റെഡിയായി ഇറങ്ങാൻ വിചാരിച്ചു. ഞാൻ കുറച്ച് ലേറ്റായി. ഇപ്പോൾ സമയം 8:10 7:55 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായി, പക്ഷെ കുഴപ്പമില്ല, എന്നാലും വേഗം പോവാം. പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യമില്ലേ, അത് ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോൾ പറയാം കേട്ടോ. ലഞ്ച് ബ്രേക്ക് കുറച്ച് ഫ്രീ ആണ്, ഈ ജഗബുക ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ടുള്ളപ്പം പറയാം. അപ്പോൾ അങ്ങനെയാണ്. വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാലും കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്താൽ അതിൽ തീരുമല്ലോ. അങ്ങനെ സമയമുള്ളപ്പോൾ നല്ലപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യും. സമയമില്ലാത്തപ്പോൾ എന്തൊക്കെയോ അവിടെ ചെയ്തിട്ട് ഇറങ്ങും. ഞാൻ ധൃതി പിടിച്ചെടുക്കായോണ്ടാട്ടോ. എനിക്ക് മുഖം കാണിക്കാതെ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരൂല. പിന്നെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പം അധികവും ഞാൻ സംസാരിക്കുമ്പോൾ മുഖം കാണിച്ചിട്ട് തന്നെ ആയിരിക്കും. അപ്പം എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ പറയും നിൻ്റെ മുഖം തന്നെ കണ്ടും അടുത്ത് എന്നൊക്കെ. അപ്പോൾ ഞാൻ റെഡിയായി, ഇനി ജിമ്മിലെത്തിയിട്ട് കാണാം. എനിക്ക് വീട്ടിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ ജിമ്മിലേക്ക്. അപ്പം പെട്ടെന്ന് വരാം, ഒരു 2-3 മിനിറ്റിലൊക്കെ വരാൻ പറ്റും. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഒരു ഗ്യാപ്പ് നന്നായിട്ട് എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയാണ് നല്ല വരുള്ളൂ. ഞാൻ കയറട്ടെ.
എനിക്ക് വിടല്ലേ, 2 ഹിന്ദി ക്ലയൻസ് ഉണ്ട്. എൻ്റെ മലയാളം അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, അവരെനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ആദ്യം കാണിച്ചിട്ടാണ് ഞാൻ കാണിച്ചത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വർക്കൗട്ടൊന്നും ചെയ്തില്ല, ഇന്ന് കുറച്ച് തിരക്കിലായിപ്പോയി. അല്ലെങ്കിൽ ഞാനൊരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ഇന്നതിന് പറ്റിയില്ല. അപ്പോൾ ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല. അതുകൊണ്ട് നേരെ അങ്ങോട്ട് വന്നു. ജസ്റ്റ് വീട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ, ഒരു 12:30 സമയം. അപ്പോൾ ഞാനൊന്ന് ഫ്രഷായി വന്നിട്ട് നമുക്ക് ഇന്നത്തെ മെയിൻ കാര്യത്തിലേക്ക് ഇങ്ങോട്ട് കടക്കാം. ഞാനൊന്ന് കുളിച്ച് റെഡി ആവാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ എന്താണ്, അന്ന് വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് മടിയായി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഞാൻ എന്തുകൊണ്ട് ജോബ് സ്വിച്ച് ചെയ്തു എന്നുള്ളത് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. ഫ്രണ്ട്സായിട്ട് ഉള്ള ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ ഇങ്ങനെ പേഴ്സണലി ഇങ്ങനെ പറഞ്ഞു. അതല്ലാതെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജൊക്കെ ആയിട്ട് അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തുകൊണ്ടാണ് നല്ലൊരു ജോബ് കിട്ടിയതിട്ട് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ആടെ ഒരു വ്ളോഗ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇത് മൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഈ വ്ളോഗിങ് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ പോയി, പിന്നെ പകുതി വെച്ച് നിന്ന് പോയി. പിന്നെ എന്തായാലും ഇപ്പോൾ എനിക്കൊന്ന് 2 മാസമൊക്കെ ആവാനായി ഞാൻ മാറിയിട്ട്. പക്ഷെ ഇപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ റാൻഡമായിട്ട് ആൾക്കാർ വീഡിയോ ഇങ്ങനെ റീല് കാണുമ്പം ചോദിക്കാറുണ്ട്, മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ളൊരു ഉത്തരം എന്നുള്ള ഇതിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. അന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്ലാൻഡ് ആയിരുന്നു എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ. ഇന്ന് രാവിലെ ഞാൻ ഈ വ്ളോഗ് എടുത്ത് തുടങ്ങും എന്നുള്ളത് പോലും അറിയില്ല. അതുകൊണ്ട് ഒന്നും പ്രത്യേകിച്ച് എവിടെ തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു നമുക്ക് എൻ്റെ കരിയറിൻ്റെ അവിടെ നിന്ന് മുതൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഞാൻ 2015 കേട്ടോ എൻ്റെ ഈ ഒരു ഫസ്റ്റ് ജോബിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു IT കമ്പനിയിലായിരുന്നു. അതൊരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള IT കമ്പനിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2015, എനിക്കൊന്നൊരു മെയ് മന്തിൽ. അപ്പം IT സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു ഫീൽഡായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഞാൻ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു IT-ൻ്റെ ഒരു കോഴ്സും ഡിഗ്രിയൊക്കെ അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് വേറെ ഒരു വഴിത്തിരിവുണ്ട്, ഇതിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ +2 കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നല്ലേ. അപ്പം എൻ്റെ ഒരു താല്പര്യം, അന്നത്തെ താല്പര്യം ഒന്നെങ്കിൽ ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ്. ഇത് രണ്ടുമായിരുന്നു എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള ഓട്ടോഗ്രാഫിലൊക്കെ ഞാനിങ്ങനെ ഷെഫ് നമുക്ക് അതിനകത്ത് ഇങ്ങനെ ഓരോരോ അംബീഷന്, കാരിയർ, അങ്ങനെ ഓരോരോ ഇതുണ്ടാവല്ലോ. അപ്പോൾ അതിലെല്ലാത്തിലും ഞാൻ എഴുതിയിട്ടുള്ളത് എല്ലാവരുടെയും ഷെഫ് എന്നായിരുന്നു. കാരണം എനിക്ക് കുക്കിംഗ് അത്യാവശ്യം താല്പര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും താല്പര്യമാണ്. പക്ഷേ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അടുക്കളേൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് മടിയാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, കസിൻസൊക്കെ വരും, കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു പാത്തും നോക്കിയിരുന്നു. ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ നോക്കിയിരുന്നു, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ നോക്കിയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ IT-ൻ്റെ ഒരു കോഴ്സിലേക്ക് എത്തിപ്പെട്ടു. IT അത് കംപ്ലീറ്റ് ആയി. ജോബിന് ഇങ്ങനെ കയറുമ്പോൾ ഞാൻ പഠിച്ചതിൽ 3 വർഷത്തെ കോഴ്സായിരുന്നു. പഠിച്ചതിൽ അനിമേഷൻ എനിക്ക് ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷേ അന്ന് ഈ കാലിക്കറ്റുള്ള ഒരു അന്നത്തെ ഒരു സ്കോപ്പിൽ എനിക്ക് തോന്നുന്നില്ല അനിമേഷൻ്റെ ഒക്കെ ഒന്നും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ കാർട്ടൂണൊക്കെ ചെയ്യുന്നത് അതല്ലേ. ബൈ ചാൻസ് എന്തോ ഞാൻ എന്തായാലും ഈ ദുബായ് ബേസ്ഡ് കമ്പനിയിൽ എത്തിപ്പെട്ടു. അങ്ങനെ ഒരു 3 ഇയർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞ് 2018 ജനുവരി കംപ്ലീറ്റ് ഞാൻ ജോബിന് പോയിട്ടുണ്ട്.
അന്ന് എനിക്ക് 9 മന്ത് ഞാൻ മോനെ ക്യാരിങ് ആണ്. ഫെബ്രുവരിയിലാണ് ഡേറ്റ് ഉണ്ടായിരുന്നത്. ജനുവരി 31 വരെ ഞാൻ ജോബിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോനായിട്ട് അവന് 1 വയസ്സും 3 മാസം ഉള്ളപ്പോഴാണ് എനിക്കിങ്ങനെ ജോബിന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ തോന്നിയത്. അന്നൊക്കെ ഞാൻ അനുഭവിച്ച ഒരു മെൻ്റലി ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ടില്ലേ, ഇന്നൊക്കെ കുറേയൊക്കെ കൂടെ ഈ ഇൻസ്റ്റയിലും അതും ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നതുകൊണ്ട് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അന്ന് ഞാൻ എന്തായിരുന്നു, എന്താണ് ഞാൻ അനുഭവിച്ചതെന്നോ അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അന്ന് ഞാൻ ഇൻസ്റ്റയൊന്നും എനിക്കില്ല, ഫേസ്ബുക്കില്ല, ഒന്നുമില്ല. അപ്പം എന്തോ എനിക്ക് മറ്റേണിറ്റി ലീവിലുള്ള സമയത്ത് എന്തോ ഫ്രീ ആയിട്ടുള്ള ടിക്ടോക്ക് എന്തോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നേ. പക്ഷേ അത് അപ്പോഴത്തേനും എനിക്കൊന്ന് ബാൻ ആവുമെന്തോ ചെയ്തു, പിന്നെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 2021-22 എന്തോ ആണ് ഞാൻ ഇൻസ്റ്റ അക്കൗണ്ട് പോലും എടുക്കുന്നത്. അപ്പോഴത്തേക്കൊക്കെ നമ്മളെ ലൈഫിൽ അത്യാവശ്യം നല്ല സമയങ്ങൾ കുറേ കൂടി മുന്നോട്ട് പോന്നിട്ടുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ കുറേ അധികം നമുക്ക് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ത്രൂ അറിയാനും ആക്കാനും പറ്റും എന്നുള്ള അങ്ങനെ ഒരു പോസിറ്റീവിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, മാറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഞാൻ ജോബ് റീസ്റ്റാർട്ട് എനിക്കിങ്ങനെ പോകണം എന്ന് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ മോനെ നോക്കി അങ്ങനെയൊക്കെ ആയപ്പം എന്തായാലും പോകണം എന്നുള്ളൊരിതായി. ഒരു മിനിറ്റ് ഒന്ന് റെക്കോർഡ് ആവണ്ടോ നോക്കട്ടെ കേട്ടോ, ഒരു ഡൗട്ട്. ഓക്കെ റെക്കോർഡൊക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫോണിൽ സ്റ്റോറേജ് കംപ്ലീറ്റ് ആയിപ്പോയി. ഞാനെല്ലാം ഇരുന്ന് ഇതുവരെ എടുത്ത ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാം ഡിലീറ്റ് ആക്കി ക്ലിയർ ആക്കിയിട്ടാണ് ഇപ്പോൾ രണ്ടാമത് വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, മാറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് ഞാൻ ജോബ് പോകണം എന്നുള്ള ആ ഒരു ടൈമിൽ ഞാൻ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊടുവള്ളിയിൽ നിന്നാണ് ജോബിന് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആകെയുള്ളൊരു ഒരു കൺസേൺ എന്താ വെച്ചാൽ 9 to 6 ജോബ് പറ്റൂല എന്നുള്ളതായിരുന്നു. ഇതെല്ലാ ജോബും എന്തായാലും അത്ര തന്നെ ടൈം വരുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ കുറേ ഇരുന്ന് തപ്പി. ഞാൻ IT-യിലേക്ക് തന്നെ ആ ഓഫീസിൽ തന്നെ തിരിച്ചു കയറാൻ നോക്കുമ്പോൾ എനിക്ക് ടൈം എങ്ങനെയും ഓക്കെ ആവില്ല. കാരണം എനിക്ക് കൊടുവള്ളിയിൽ നിന്ന് ടൗണിലേക്ക് അറൗണ്ട് ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. രാവിലെ ഞാൻ 8 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 6 മണിക്ക് കഴിഞ്ഞ് അപ്പോഴത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 8 മണിയാവും. അപ്പോൾ ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ അത്ര ഒരു ഗ്യാപ്പ് എടുക്കാൻ എനിക്ക് മെൻ്റലി ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് തപ്പി അവസാനം എനിക്ക് മനസ്സിലായി, ഈ എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടൈം കുറച്ചും കൂടെ നല്ല, അതായത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ ഞാൻ പാളയത്തെ അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണത്, പേര് ഞാൻ പറയുന്നില്ല. അവിടെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 10 to 4 ആയിരുന്നു ടൈം. അതെനിക്ക് ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നി. കാരണം 9 മണി രാവിലെ 9 മണിയൊന്നും വലിയ തിരക്കുള്ള സമയമല്ല. 9 മണിക്ക് ഇറങ്ങിയാൽ ഞാൻ കറക്റ്റ് 10 മണിക്ക് ഓഫീസിലെത്തും. വൈകുന്നേരം 4 മണിക്ക് ഇറങ്ങിയാൽ ആവില്ലല്ലോ ആ ടൈമിലേക്ക്. അപ്പോൾ ഞാൻ 5 മണിയാകുമ്പം തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ഗ്രാജുവലി പിന്നെ കുറച്ചും കൂടെ ഒക്കെ വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഒന്ന് ഒതുങ്ങിയപ്പോൾ പിന്നെ ഇങ്ങനെ ഞാൻ നല്ലത് നോക്കി അങ്ങനെ മാറാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പാളയത്ത് അവിടുന്ന് ഞാൻ അത്യാവശ്യം വേറെ നല്ലൊരു കമ്പനിയിലേക്ക് മാറി. അവിടെ 3 വർഷം ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ 2 വർഷം കൊറോണ ടൈമായിരുന്നു. ഞാൻ മാത്രം 2 ഓഫീസിൽ ഞാൻ അഡ്മിഷൻ്റെ ഒരു ഇതിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ മാത്രമായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു 1-2 വർഷം ഞാൻ മാത്രം ഇങ്ങനെ നിന്ന് എനിക്ക് ഭയങ്കര ഒരു ബോറടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും കൊറോണൻ്റെ ഏകദേശമൊക്കെ നിന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ശരി എന്നാൽ ഈ സ്റ്റഡി അബ്രോഡിൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് വരാമെന്ന്. അങ്ങനെ ഞാൻ RP മാളിൽ ഉണ്ടായിരുന്ന എനിക്കൊന്ന് 2-3 വർഷത്തോളം RP മാളിലൊരു കമ്പനിയിൽ, ഇങ്ങനെ 2 കമ്പനിയിൽ കേട്ടോ, അങ്ങനെ മാറി നിന്ന്. പിന്നെ അവസാനം ഇപ്പം ഞാൻ എത്തിപ്പെട്ട കമ്പനി ഒരു പാലാഴി ഭാഗത്തുള്ളൊരു ഇതാണ്. അപ്പം അക്കാദമിക് കൗൺസിലറായിട്ടാണ് ഞാൻ സ്റ്റഡി അബ്രോഡിൻ്റെ ഇതിലേക്ക്. പിന്നെ അത് സീനിയർ കൗൺസിലറായി. പിന്നെ ഞാൻ ലാസ്റ്റ് റിസൈൻ ചെയ്യുന്ന സമയത്ത് ടീം ലീഡായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അതായത് IT അല്ല, അക്കാദമിക് ഇൻഡസ്ട്രിയിൽ ആയിരുന്നു. ചിലർക്കതൊരു ഇതുണ്ട്. ഞാൻ റീലിൽ പറഞ്ഞ IT ഇപ്പോൾ പറഞ്ഞു കരിയർ സ്റ്റാർട്ട് ചെയ്തത് IT എന്ന് പറഞ്ഞപ്പം
ഞാനിപ്പോൾ ലാസ്റ്റ് റിസൈൻ ചെയ്യുമ്പോഴും ഞാൻ IT ആയിരുന്നു എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ IT ഒക്കെ നിർത്തി വന്നു ഇങ്ങനെ ചെയ്യാനും മാത്രം അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. IT ആയിരുന്നില്ല, അത് അക്കാദമിക് ഇൻഡസ്ട്രി ആയിരുന്നു. സ്റ്റഡി അബ്രോഡിൻ്റെ ഏജൻസിയിൽ DL ആയിട്ടാണ്. പക്ഷേ 2019 ഞാൻ ജോബിന് തിരിച്ച് കയറി. 2026 ഐ ഗസ് May 30. അപ്പം 2026 ആ ഒരു ടൈം വരെ ഞാൻ വർക്ക് ചെയ്തതിൽ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ഇല്ല. ഒന്നാമത് ഒരാളുടെ അണ്ടറിൽ ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈം, കാരണം ഇത്ര വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു ബുദ്ധിമുട്ട് വരും. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അതിനുള്ളൊരു സിറ്റുവേഷൻ വേണം. നമുക്ക് ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ദൈവം സഹായിച്ച് ഇതെല്ലാം കൂടെ ഒത്തുകൂടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പം തൽക്കാലം അതിനുള്ളൊരു ധൈര്യമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു +2 കഴിഞ്ഞപ്പം എൻ്റെ ഇൻട്രസ്റ്റ് വേറെ ആയിരുന്നു എന്നുള്ളത്. +2 കഴിയുമ്പോൾ അല്ല, 10ാം ക്ലാസ് മുതലേ ഞാനിങ്ങനെ ഈ ഷെഫ് എന്നുള്ള ആ ഒരു ഇതിലൊക്കെ ആയിരുന്നു. പക്ഷെ അത് പറ്റിയില്ല എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, റൂട്ട് മാറിപ്പോയി. അപ്പം ഞാൻ IT കരിയർ ഇപ്പം 2015 മുതൽ ഇതുവരെ ചെയ്ത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഇതൊക്കെയായിരുന്നു. പണ്ടൊക്കെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഈ എൻഗേജ്മെൻറ്റ്സിനൊക്കെ പോയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി നോക്കി, ഇതൊക്കെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചാൽ കുറച്ചും കൂടെ നല്ലതാവും. അങ്ങനെയൊക്കെ അന്നൊക്കെ എനിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടത്താൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ജോബിന് പോയി തുടങ്ങിയ സമയത്താണ് എനിക്കിങ്ങനെ വർക്കൗട്ടൊക്കെ ഞാൻ പണ്ടേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഈ പറഞ്ഞതുപോലെ ഒരു +1 +2 ആ ഒരു സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഒരു ½ an hour. എനിക്ക് തോന്നുന്നില്ല എൻ്റെ അമ്മയ്ക്കും അച്ഛനും പോലും അറിയുന്നുള്ളത്, കാരണം ഞാൻ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം സംടൈംസ് അറിയാം, കാരണം ഞാൻ ടെറസിൻ്റെ മേലെ പോയിരുന്നിട്ട് അവിടെ നിന്ന് ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയാൻ തോന്നുന്നില്ല, കാരണം ഞാൻ രാവിലെ ബെഡിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ് റൂമിൽ നിന്ന് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് ഇല്ല. അങ്ങനെ ഞാൻ ജോബിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടൗണിലേക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ജിമ്മ് കാണുമ്പോൾ ഞാൻ വിചാരിക്കാം, വീട്ടിൽ നിന്നാകുമ്പോൾ നമ്മൾ പീരിയഡ്സ് ഒക്കെ വരും, മടിയാവും, ഒരാഴ്ച ചെയ്താൽ അടുത്ത 2 ആഴ്ച ലീവ്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ജിമ്മിൽ പോയാൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ അന്നൊക്കെ ജിമ്മിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അപരാധം പോലെയൊക്കെ. അപരാധം എന്നാണോ പറയാന്നുള്ള അറിയില്ല. ഒരു തെറ്റാണ്, ആണുങ്ങൾ മാത്രമേ പോവാവുള്ളൂ, അങ്ങനെയൊക്കെ ഇതായിരുന്നു. അവസാനം ഞാൻ ഡെലിവറി കഴിഞ്ഞ ഒരു ടൈം മുതൽ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവുമല്ലോ. ഒരു അരമണിക്കൂർ ഞാൻ നിന്നായിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഫുൾ ഡേയിലേക്ക് എനിക്ക് ബാക്ക് പെയിനും കാലുവേദനയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടിപ്പോൾ വീട് മാറിയത്, പാരൻസ് എല്ലാം ഒരു ബേപ്പൂരാണ്, അപ്പം ഞങ്ങളിപ്പോൾ പയ്യാനക്കലാണ്. അപ്പോൾ ഇവിടേക്ക് മാറിയതിന് ശേഷമാണ് എനിക്ക് ജിമ്മ് എന്നുള്ളൊരു സ്പേസ് ഒക്കെ അങ്ങനെയൊക്കെ എനിക്ക് പോകണം. ഞാൻ അപ്പോഴും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ റൂമിൽ വന്ന് 2 വർക്കൗട്ട് എടുക്കും, 2 ഡമ്പൽ എടുത്ത് ചെയ്യുമ്പോഴത്തേനും അടുക്കളയിൽ പരിപ്പ് വേവുന്ന വിസിലടിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എനിക്ക് മടുപ്പായി, വയ്യത് രണ്ടും കൂടെ എന്നുള്ളൊരു ഇതായി. പിന്നെ ഞാൻ വിചാരിച്ചു ശരി, ഇത്ര കാലം നമ്മൾ മുടി വാങ്ങിട്ട് പോയി, ഇത്ര കാലം നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് എല്ലാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നുമില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി, ശരി എന്തായാലും വേണ്ടില്ല, എനിക്ക് ജിമ്മിൽ പോയേ പറ്റുള്ളൂ, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്കൊന്ന് 2022 തോന്നുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വീട് മാറിയത് 2021 കേട്ടോ. മോന് 3 വയസ്സുള്ളപ്പോൾ ഒരു ഫെബ്രുവരി മാസം. അങ്ങനെ ഒരു 1 ഇയർ, ഏകദേശം 1 ഇയറൊക്കെ ആയപ്പോൾ തന്നെ ഞാനിവിടെ വീടിനടുത്ത് തന്നെ ഒരു 1 കിലോമീറ്റർ അവയാണത് ജിമ്മ് പോയി സ്റ്റാർട്ട് ചെയ്ത്. സത്യം പറഞ്ഞാലില്ലേ, ജിമ്മ് പോയിട്ട് ഞാനൊരു 1 മന്ത് കംപ്ലീറ്റ് പോയപ്പോൾ മുതൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു ചേഞ്ചാണ്. പിന്നെ ഞാനതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട്, ഒന്നാമത് എനിക്കിതിന് താല്പര്യമുണ്ട്, ഉള്ളിൽ എവിടെയോ അറിയാത്തൊരു താല്പര്യം പണ്ട് മുതൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഉള്ളതുകൊണ്ട് എനിക്ക് ഒരിക്കൽ പോലും ലീവ് എടുക്കണം എന്നുള്ള എനിക്ക് തോന്നിയിട്ടില്ല. ഈവൻ ഞായറാഴ്ച പോലും ശരി ഞാൻ എണീറ്റ് പോയാലോ എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റെസ്റ്റ് കൊടുക്കേണ്ടതുകൊണ്ട് ഞായറാഴ്ച ഞാൻ പോവാറില്ല.
അങ്ങനെയൊക്കെ. അത് ഞാൻ 6 to 7 ആയിരുന്നു എടുക്കുക കേട്ടോ. എന്തൊക്കെയോ ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ആക്കി പോയി വന്നിട്ട് വേണം എനിക്ക് മോനെ കൊണ്ടുപോകാൻ. പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ എല്ലാ ഫുഡും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. ജസ്റ്റ് ഒരു 1 hour മാത്രം പോവുക, കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, തിരിച്ച് വരിക, ഇത്ര തന്നെ. പക്ഷേ ജിമ്മ് പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ബോഡിയിൽ ഉണ്ടായ ചേഞ്ച് ഞാനത് ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ അത് മനസ്സിലാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പം അതാണ്. അങ്ങനെ ഞാൻ പോയി തുടങ്ങിയപ്പം എനിക്കിങ്ങനെ തോന്നി ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വന്നൂടാന്നുള്ളത്. അപ്പം ഒന്നാമത് ഇതൊക്കെ ചെയ്ത് കുറച്ച് ഒരു ശീലമുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ടെല്ലാം ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മളൊരു ജമ്പിങ് ജാക്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്കോട്ട് ചെയ്യുന്നതോ അതൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്കത് ചെയ്യാൻ ഈസി ആയിട്ട് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള ട്രെയിനർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു 5-6 മാസമൊക്കെ പോയതിനു ശേഷം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവിടെ ലേഡി ട്രെയിനറായിട്ട് കയറാൻ പറ്റുമോ എന്നുള്ളത്. ആ ഒരു സമയമാകുമ്പോഴത്തേനും ഞാനപ്പം ഈ അക്കാദമിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അത്യാവശ്യം നല്ലൊരു സാലറി മേടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജിം ട്രെയിനറായിട്ട് ഇനീഷ്യലി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. എനിക്ക് ഒരിക്കലും അപ്പം കിട്ടുന്ന സാലറീൻ്റെ പകുതി പോലും ആവില്ല ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴത്തേനും നമ്മൾ മറ്റേ സാലറി കണ്ടിട്ട് നമ്മൾ ഒരുപാട് ലയബിലിറ്റീസ് ഒരു മാസം പോലും നിർത്തി വെക്കാൻ പറ്റാത്ത അത്ര ലയബിലിറ്റീസ് ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അതിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് സാലറി കൊണ്ട് എനിക്ക് സെറ്റ് ആവാത്തതുകൊണ്ടാണ്. താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് കോഴ്സൊക്കെ ചെയ്യണം, പഠിക്കണം, അങ്ങനെ. അപ്പം എന്നോട് പറഞ്ഞു കോഴ്സൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുകയാണ്. പക്ഷെ എനിക്കത് അങ്ങനെ ഓക്കെ അല്ലായിരുന്നു. അങ്ങനെ ഒരു 2 വർഷം ഞാൻ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ജിമ്മിലേക്ക് മാറി. അപ്പോൾ ജിമ്മിൽ മാറിയപ്പോൾ ആണ് ഇപ്പോൾ ഉള്ള പ്രഞ്ജിത്തേട്ടനെ പരിചയപ്പെട്ടു. അന്ന് ആളിൻ്റെ ട്രെയിനറായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ നമ്മൾ ഒരുമിച്ചൊക്കെ വർക്കൗട്ട് അങ്ങനെ സംസാരിച്ച് പരിചയമായി. അപ്പോൾ എന്നോട് പറഞ്ഞു പുതിയൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നീ ഒന്ന് ട്രെയിനറായിട്ട് നിൽക്കുമോ എന്നോട് ചോദിച്ചു. അന്നും എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഞാൻ ഈ കോഴ്സ് ചെയ്യാതെ ഞാനില്ല ഇതിലേക്ക് എന്ന് ഞാൻ അന്ന് പ്രഞ്ജിത്തേട്ടനോട് പറഞ്ഞു. അപ്പം എനിക്ക് ചെയ്യണമായിരുന്നു. അന്ന് ഞാൻ അത്യാവശ്യം കാലിക്കറ്റിൽ ഫേമസ് ആയിട്ടില്ല, കാലിക്കറ്റിൽ എനിക്കൊന്നും കേരള ഓർ ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചപ്പം 3 മാസത്തെ കോഴ്സാണ്, 2 മാസം ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും, 170 എന്തോ ആയിരുന്നു, ഒരു 1,70,000 എന്തോ ആയിരുന്നു. എനിക്ക് ഒരിക്കൽ പോലും 5 മാസം ജോബിൽ നിന്ന് ഗ്യാപ്പ് എടുക്കുകയും വേണം, മാത്രമല്ല ഈ 5 മാസത്തെ ലയബിലിറ്റീസ് ഞാൻ അറേഞ്ച് ചെയ്യുകയും വേണം, അതിൻ്റെ കൂടെ തന്നെ ഫീസും. എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ CCAൻ്റെ ഒരു കോഴ്സ് ഉണ്ട് 6 മന്തിൻ്റെ, അതെടുത്തിട്ടാണ് ഇപ്പോൾ സർട്ടിഫിക്കേഷനൊക്കെ ആക്കിയത്. എനിക്ക് ബേസിക് ആയിട്ടൊരു എൻട്രി ലെവലിൽ എന്നുള്ളതിലാണ്, പക്ഷെ അത്യാവശ്യം നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള മീൻസ് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതിൽ അത്യാവശ്യം എല്ലാം കവർ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇന്ത്യയിൽ അത് വാല്യൂ ആണ്, മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഏസും റെപ്സിൻ്റെ ഇതിനൊക്കെ ഇല്ലാതെ പറ്റും എന്നുള്ളത്, എനിക്ക് അത്ര അറിയില്ല. പക്ഷെ തൽക്കാലം ഇപ്പം എനിക്ക് ഇവിടെ ഒരു ജിമ്മിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റിനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയണം എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ കോഴ്സ് എടുത്തത്. സൺഡേസ് ആയിരുന്നു ക്ലാസ്. അങ്ങനെ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാനൊരു അന്ന് മുതലേ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു എൻ്റെ ലയബിലിറ്റീസ് കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം സാലറീൻ്റെ വേരിയേഷൻ എന്തായാലും ഉണ്ടാവും. അപ്പം അത് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എനിക്ക് ഇത്ര സാലറി വേണം ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി അല്ല. ബേസിക് സാലറി കിട്ടും, അതല്ലാതെ PT കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഞാൻ TL ആയിട്ടിരിക്കുന്ന സമയത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാലറി എനിക്കിവിടെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചായിട്ട് ഞാൻ കട്ട് ചെയ്ത് വരാൻ വേണ്ടി തുടങ്ങി. എൻ്റെ ലയബിലിറ്റീസ് തീർത്ത് 1 by 1 തീർത്ത് ഏകദേശം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ സാലറി ഇതും തമ്മിൽ മാച്ചായി വരുന്നുണ്ട്. പിന്നെ PT ഒക്കെ കിട്ടുമ്പോഴത്തേനും അത്യാവശ്യം ഓക്കെയാണ്, അത്യാവശ്യം നല്ല ഫണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഈ ഒരു ജേണി. ഇനിയിപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് തന്നെ ആണല്ലോ എന്ന് ഇങ്ങനെ പലരും ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതിനെനിക്കൊരു ആൻസർ എന്താ പറയാനുള്ള വെച്ചാൽ, നമ്മളെല്ലാവരും ഒരു കമ്പനിയിൽ ഒരാളുടെ അണ്ടറിൽ വേറെ ആരോ ഇതേപോലെ നമ്മളെപ്പോലെ ഒരു ഡ്രീം കണ്ട് അവർ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തൊരു ഒരു 4 വാളിൻ്റെ ഉള്ളിൽ നമ്മൾ സിസ്റ്റമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്.
പല സമയത്തും നമുക്ക് വേണ്ടുന്ന റെസ്പെക്റ്റോ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനോ നമ്മളുടെ സമയം കാര്യം ഒന്നും മാച്ച് അല്ലാന്ന് അല്ലെങ്കിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഫണ്ടും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പട്ടിപ്പണി എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്താൽ എന്താണ് എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. കാരണം എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ അത് ഇഷ്ടമുള്ളതാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. ഈ ഒരു ജിമ്മ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ മൂന്നാമത്തെ ഒരു ചോയ്സാണിത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഫാഷൻ ഡിസൈനിങ്, ഷെഫ്, ഫിറ്റ്നസ്. അപ്പോൾ മൂന്നാമത്തെ ഇതില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും എന്തായാലും ഇനി നോക്കണ്ട, കാരണം അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ നെഗറ്റീവ് പറയാമല്ല കേട്ടോ, പക്ഷേ ഇനി കോഴ്സ് പഠിച്ച് അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു ടൈം ഉണ്ടല്ലോ. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരൊരിക്കലും, അതായത് ജെന്യൂൻലി ബോഡി അല്ലെങ്കിൽ ഫിറ്റ്നസ് ഹെൽത്ത് നോക്കണം എന്നുള്ള ആൾക്കാരൊരിക്കലും ഈ ഒരു ഇൻഡസ്ട്രി വിട്ട് പോവില്ല. എപ്പോഴും ജിം എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇതാകുമ്പം എനിക്ക് ഫ്രീ ആണ്. ഞാൻ കുറേയൊക്കെ 8 to 12 എൻ്റെ ഷിഫ്റ്റ്, രാവിലത്തെ 3 to 6. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു 3 മണിക്കൂർ എനിക്ക് ഗ്യാപ്പ് ഉണ്ട്. 1 hour അവേ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിൽ വരാം, കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ചെയ്യാം, കുളിക്കും, ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ ഒരു 2:55 ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. 3 മണിക്ക് ഞാൻ ജിമ്മിലെത്തും. ഇതാണ് എൻ്റെ ഇത്. ഇതിനിടയിൽ ഇപ്പം എനിക്ക് മോൻ്റെ സ്കൂളിലൊരു മീറ്റിങ്ങിന് പോകണം. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കിങ്ങനെ കുറച്ച് നേരത്തെ, ഓക്കെ, ഒരു കുഴപ്പമില്ല. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈവനിങ് നൈറ്റോ ഒക്കെ പോയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്ക്. അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്, പക്ഷെ പലപ്പോഴും പറ്റാറില്ല കേട്ടോ. പക്ഷെ കുറേ അധികം ഫ്രീ ആണ്, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രസ്ട്രേഷൻ ഇല്ല, ടാർഗറ്റ് ഇല്ല, പ്രഷറില്ല, ഒന്നുമില്ല. മറ്റത് 4 ഫോൺ, 2 ഫോൺ ഓഫീസിൻ്റെ, 1 എൻ്റെ ഫോണ്. എപ്പോൾ വേണമെങ്കിലും സ്റ്റുഡൻസ് വിളിക്കുമ്പോൾ നമ്മളത് അറ്റൻഡ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം. ഒരു കുട്ടീനെ കയറ്റി അയക്കാമെന്ന് പറഞ്ഞാൽ ഓരോരോ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ചുണ്ടാവും. ചിലത് 1 വർഷം എടുക്കാം, ചിലത് 1.5 വർഷം എടുക്കാം, ചിലത് 2-3 മാസത്തിൽ കയറി പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത്ര ഒരു ടൈം വരെ നമ്മളിത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക. പ്രഷറാണ് സത്യം പറഞ്ഞ ഒരു കുട്ടിക്ക് വിസ കിട്ടിയിട്ട് അവർ കയറി പോകുക എന്നുള്ളത്. കാരണം ഞാനൊക്കെ ഒരു കുട്ടീനെ എടുക്കുമ്പം ഞാൻ എന്താ ചിന്തിക്കുക വെച്ചാൽ അവർ ഇതിനേക്ക് വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ലത് ഗൈഡ് ചെയ്യുക, നല്ലതാക്കി കൊടുക്കുക, അവർക്ക് വിസ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം നമ്മൾ അങ്ങനെ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം കുറച്ചധികം കമ്മിറ്റ്മെൻറ്റ് നമ്മൾക്ക് ഈ കുട്ടികളുമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവർ വിളിക്കുന്ന സമയത്ത് നമുക്ക് ആ കോൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പം ഫാമിലി ടൈം ഉള്ളപ്പം, ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങളുള്ള ഇപ്പോഴൊക്കെ ആയിരിക്കും കോൾ വരുന്നുണ്ടാവും. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂറെങ്കിലും സംസാരിക്കാൻ നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്നു, അപ്പോഴത്തെ കാര്യങ്ങൾ തീർക്കുന്നു, ജിമ്മിൽ പോകുന്നു, ക്ലയൻസിനെ കുറച്ച് പറഞ്ഞെടുക്കുന്നു, തിരിച്ച് വരുന്നു, വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ കിടന്നുറങ്ങാൻ സുഖം സുന്ദരം. പിന്നെ 2:55 എണീക്കുന്നു, പോണു, 6 മണിയാകുമ്പോൾ ഇറങ്ങുന്നു, നേരെ മോനെ പോയി പിക്ക് ചെയ്യുക, തിരിച്ച് വീട് വരിക. ഓട്ടത്തിന് ഒരു കുറവൊന്നുമില്ല കേട്ടോ, കാരണം അങ്ങോട്ടോടണം ഇങ്ങോട്ടോടണം. പിന്നെ മോന് വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ബിസി ആവാണ് ലൈഫിൽ. ആദ്യം വിചാരിക്കും ചെറുപ്പത്തിലാണ് ടഫ് എന്നല്ല, പക്ഷെ ചെറുപ്പത്തിലല്ല, അവർ വലുതാകുന്നതിനനുസരിച്ച് നമ്മൾക്ക് അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് സ്പോർട്സ് അത് ഇത്, അപ്പം അതിനൊക്കെ കുറേ ടൈം, ഇതിൻ്റെ ഇടയിൽ പഠിപ്പ് അങ്ങനെയൊക്കെ. അപ്പം വലുതാവുന്നതിനനുസരിച്ച് കുറേ ബിസി ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്, കാരണം എനിക്കിഷ്ടപ്പെട്ട ഒരു ജോബ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ പറയൂലേ, അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഈ ജിമ്മിലേക്ക് വരികയാണെങ്കിൽ ജിമ്മിൽ തന്നെ ആയിപ്പോവും, പല ആൾക്കാരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യണം അങ്ങനെയൊക്കെ. പക്ഷേ അതും ഈ വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ 9 to 5 ജോബ് അതൊന്നല്ല ലൈഫ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞാൻ ചെയ്തുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ജോബ് മാറിയത്. നല്ല ചൂടുണ്ട്, ഫാൻ ഇടാൻ പറ്റില്ല, സൗണ്ട് കേൾക്കില്ല, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരുവിധം എല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അത്രയൊക്കെ തന്നെ. ഞാൻ ഹാപ്പിയാണ്, അത്രയേ ഉള്ളൂ.
എന്നാലേ ഞാൻ പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പോൾ ഒന്ന് മോന് ക്ലാസ് ഉണ്ട് സ്കേറ്റിങ്ങിൻ്റെ ഈവനിങ്. നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കട്ടായി കേട്ടോ, സ്പേസ് പോയി. പിന്നെ ഞാൻ ഇതൊന്ന് ക്ലീനാക്കി. ഇന്നിപ്പോൾ ഞാൻ മൊത്തം തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഞാനിന്ന് പുറത്തുനിന്ന് ചെറുതായിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു, അതുകൊണ്ട് വലിയ രീതിക്ക് വിശപ്പില്ല. അപ്പം ഞാൻ വിചാരിച്ചൊന്നൊരു ഈസി ആയിട്ട് മഷ്റൂം ചീസ് ഓംലെറ്റ് ഉണ്ടാക്കാന്ന്. ഞാൻ ജാംജൂ പോയപ്പോൾ മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കിയിട്ട് കഴിച്ചിട്ട് നേരെ നമുക്ക് ജിമ്മിലേക്ക് പോവാം. എനിക്ക് വേണ്ടുന്ന അത്ര മാത്രമേ ഞാൻ ഇതിനുള്ളിൽ നിന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് മതിയാവും. ഇതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം. ഇതിലേക്ക് വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് മഷ്റൂം, എഗ്ഗ്, ചീസ് ഇത്ര മാത്രമേ വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലൈറ്റ് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യണേ, കാരണം എനിക്ക് സ്റ്റൗവിൻ്റെ ഈ ഭാഗത്തേക്ക് ലൈറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഇറങ്ങുന്നുണ്ടാവും, അത് കുഴപ്പമില്ല. കുറച്ച് നേരം അതിൽ കിടന്ന് അത് വറ്റിക്കോളും. എന്നിട്ട് ഇത് ഒരു ഡ്രൈ ആയിട്ട് വരണം, കുറച്ച് മോയിസ്റ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പം കുറച്ച് നേരം ഇതിൽ വേവട്ടെ. കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ചിട്ടാൽ മതി. കാരണം നമ്മൾ മുട്ടയിൽ ഉപ്പിടും, അതേപോലെ തന്നെ ചീസിൽ അത്യാവശ്യം ഉപ്പുള്ളതായിരിക്കും. അപ്പോൾ ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പായി പോവും. അപ്പോൾ എല്ലാത്തിലും കുറച്ച് കുറച്ച് ഉപ്പിടുക. എന്തായാലും ഇവിടുന്ന് സെറ്റ് ആവട്ടെ. മഷ്റൂം കണ്ടോ, ഇതിങ്ങനെ ഒരു ഗോൾഡൻ കളറായി. ഇതിങ്ങനെ കളറാവണമെന്നില്ല കേട്ടോ, ഞാൻ കുറച്ച് നേരം ഒന്ന് ക്രിസ്പ് ആവാൻ വേണ്ടി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല പെപ്പർ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് കേട്ടോ പെപ്പർ, നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കണേ. ഇനി സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. മുട്ട ഇതിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്ര മതി. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത എഗ്ഗ്, ഇത് ഞാൻ ഒരു എഗ്ഗ് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. കാരണം ഇത് കുറച്ച് നല്ല ഫുള്ളാവും, ഭയങ്കര ഫില്ലാവുന്ന ഒരു സാധനമാണിത്. ഇതിൽ ഞാനിതുവരെ മുട്ടയിൽ എന്താണ് വെജിറ്റബിൾ ഉള്ളി അങ്ങനത്തെ ഒന്നും ഇട്ട് നോക്കിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ജസ്റ്റ് പെപ്പർ ഇടും, അങ്ങനെ ഫുള്ള് പെപ്പർ ഇടും. എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ച മഷ്റൂം ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കും. പകുതി ഭാഗം മാറ്റി വെച്ചിട്ട് ഒരു ഭാഗം ഇടും. ഇനി നമുക്കിവിടെ ഒരു സാധനം കൂടെ ഇടാണ്ട്. ഒരു മിനിറ്റ്. എന്നിട്ട് മഷ്റൂമിൻ്റെ മേലേക്ക് ഇതാ ഒരു സ്ലൈസ് ചീസ്. ഞാൻ ചെറിയ പീസേ എടുക്കണുള്ളൂ, ഫുൾ എടുക്കുന്നില്ല, കാരണം ചെറിയ പോർഷനാണല്ലോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം.
ചീസ് അതിൻ്റെ ഉള്ളിലിരുന്ന് മെൽറ്റായി. ഈ മഷ്റൂമും എഗ്ഗും ചീസും കൂടെ കഴിക്കുമ്പല്ലേ ഭയങ്കര ഒരു മൗത്ത് വാട്ടറിങ് ആണ്. അപ്പോൾ സംഭവം സെറ്റാണ്. ഞാൻ കഴിച്ചിട്ട് പോട്ടെ. ചെറിയൊരു കഷ്ണം ഞാൻ കഴിച്ചാണ് കേട്ടോ. വെറുതെ പറയല്ല കേട്ടോ, അത് ഭയങ്കര അടിപൊളിയാണത്. ഫുഡ് കഴിച്ച് റിവ്യൂ പറയുമ്പോഴേ എപ്പോഴും ഒരു ഡൗട്ടല്ല കൺഫ്യൂഷനാണ്. ജെന്യൂൻ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്രഞ്ചി ആയിട്ടുണ്ട് ആ മഷ്റൂം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് ഞാൻ എക്സ്പ്രഷൻ ഇടുന്നത് വെറുതെ ആണോ എന്നുള്ളതെന്ന് ട്രൈ ചെയ്തോ. ഞാൻ നേരെ ജിമ്മിൽ പോകണം കേട്ടോ. വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാറ് വെക്കുന്നത്. അവിടെയാണ് നമ്മളെ വീട്. നിങ്ങൾ നേരെ കാണുന്ന മരങ്ങളൊക്കെ ഇതാണ് ചെമ്പരത്തിയൊക്കെ. സാധനങ്ങളൊക്കെ ഉള്ളിൽ വെക്കട്ടെ. ചെറിയ ഇടവഴിയാണ് കേട്ടോ. ഇത് കാണിച്ച് വർത്താനം പറയണമെന്നുണ്ട്. ഒരു മിനിറ്റ്. കണ്ടോ, ഒരു ബസ്സും ഒരു കാറും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. എന്നാലാണെങ്കിൽ രണ്ട് സൈഡും അവിടെ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഓരോരോ വീട്ടുകാർക്കില്ലേ എത്ര സ്ഥലം അറിയാം മുറ്റും. പക്ഷെ എന്താ അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു വികസനം വരാത്ത. ഒരു ബസ്സും ഒരു കാറും വന്നാൽ പിന്നെ കഴിഞ്ഞൊരു ഒരു 15 മിനിറ്റ് മിനിമം ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഒരു ദിവസം കാറെടുത്ത് പോകുമ്പോഴേ ഞങ്ങളെ വീടിൻ്റെ ആ ഭാഗത്ത് വീട്ടിലേക്ക് ഞാൻ എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 50 മീറ്റർ അത്ര ദൂരേ ഉള്ളൂ. പക്ഷെ ഇതേപോലെ ഒരു ബസ് വന്ന് 2 ബസ് വന്ന് ബ്ലോക്കായിട്ട് എത്ര നേരം ബ്ലോക്ക് കുടുങ്ങിയെന്നറിയോ? 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീട്ടിലെത്തുന്നത്. അതോടുകൂടിയിട്ട് മടുത്ത്. ഇതിലെ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രഷറാണ് തലയ്ക്ക്. ഒരു കാര്യം നടക്കില്ല. നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് പോയിട്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും ചുരുങ്ങിയതൊരു 1/4 മണിക്കൂർ ആവുന്നുണ്ടാവും. ഞാൻ ജിമ്മിൻ്റെ അവിടെ എത്തി, കയറട്ടെ. ടൈലർ ഏച്ചിൻ്റെ അടുത്ത് എൻ്റെ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. ഒരു ബാഗാണ്. ഞാനത് വാങ്ങിച്ച് കാണിച്ചത്. ഇതൊരു സൈഡ് ബാഗ്. പിക്ചറിൽ കണ്ടത്ര രസമുണ്ടോ നോക്കട്ടെ. അയ്യോ, പറ്റിച്ചെന്നെ പറ്റിച്ച്. പക്ഷെ രസമുണ്ടെന്ന് തോന്നുന്നു. തുറന്നു നോക്കട്ടെ. പക്ഷെ കുഞ്ഞാണ് കുറച്ച് ചെറിയ ബാഗാണ്. പക്ഷെ രസമുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കണം. ഇഷ്ടമോ? രസമുണ്ട്. പക്ഷെ എനിക്കതൊരു ഭയങ്കര കുഞ്ഞിതാണോ തോന്നുന്നു. കുറച്ചൊരു സ്മോളാണോ തോന്നുന്നു. കുറേ നേരം ഞാൻ അത് നോക്കി തിരിച്ചു മറിച്ചു ഇങ്ങനെ നോക്കി. സംഭവം നല്ല ക്യൂട്ടായിട്ടുണ്ട്. സമയം 5 മണിയായി. മോന് ക്ലാസ് ഉണ്ട് കേട്ടോ, സ്കേറ്റിങ്ങിൻ്റെ സ്പെഷ്യൽ ക്ലാസ്. 5:30-ക്കാണ്. 5 മണി വരെ 5:10 ഞാൻ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ മലാപ്പറമ്പ് പോയിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ചിന്മയ സ്കൂളിലാണ് സ്കേറ്റിംഗ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഓക്കെ. നമ്മൾ ഷുട്ടുമണീനെ പിക്ക് ചെയ്തിട്ടുണ്ട്. പോവാ ക്ലാസ്സില്. എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂള്? സൂപ്പറാ. എന്താ വിശേഷം? ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? കൊറേ കാര്യം പറഞ്ഞു. കൊറേ കാര്യോ? എന്നാ ഒരു കാര്യം പറഞ്ഞേ. കൊറേ കാര്യത്തില് ഇന്ന് ബ്രേക്കിന് റിഷാൻ എൻ്റെ കൂടെ
കളിച്ച്. ആണോ? എന്നിട്ട് ഡെറിക്കന്റെ കൂടെ കളിച്ച്. ഓ, അത് അടിപൊളിയാണല്ലോ. എന്നിട്ട് ഞാൻ അളകനെ കണ്ട്. ആണോ? ഓക്കേ, നമുക്ക് പോവാം. നമ്മളിപ്പോ പാച്ചാക്കിലാണ് ഉള്ളത്. പാച്ചാക്കിലാണ് മോൻ്റെ ഡേ കെയർ ഇവിടെ. ഇനി ചിന്മയ സ്കൂളിലാണ് തൊണ്ടയാട് തന്നെ, അവിടെയാണ് നമുക്ക് സ്കേറ്റിംഗ്. അപ്പം അങ്ങോട്ട് പോവാം അല്ലേ? ഓ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ കുറച്ച് ലേറ്റായി. കുഴപ്പമില്ല, ഓടിക്കോ. അപ്പോൾ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സമയം ഇപ്പോൾ ഏകദേശം ഒരു 8:15. ഇനി നേരെ പോയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ ഒറ്റ ഉറക്കം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയ്ക്കാണ്. ബാക്കി എന്നാൽ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ബൈ പറഞ്ഞിട്ടുള്ളൂ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.